ഇത് നമ്മൾ പറയുന്നത് കരിഞ്ജീരകം എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുവാണ്. കരിഞ്ജീരകം പെട്ടെന്നൊരു തുമ്മൽ വന്നു, ഒരു എന്താ പറയാ ജലദോഷം വന്നു, ആ കരിഞ്ജീരകം എടുത്തിട്ട് ചെറിയ ഒരു വെള്ള തുണി, അതിൽ കുറച്ച് കരിഞ്ജീരകം എടുത്ത് ഇങ്ങനെ നമ്മൾ കിഴി പോലെ ചെറിയൊരു കിഴി പോലെ ആക്കിയിട്ട് ഇങ്ങനെ വരച്ചിട്ട് വലിച്ചണ്ടല്ലോ പമ്പ കിടക്കും. അത് ചെയ്തു നോക്ക്, നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ചെറിയൊരു തുണിയില് വെള്ള തുണിയില് കുറച്ച് കരിഞ്ജീരകം ഇടുക, എന്നിട്ട് അതൊരു കിഴി പോലെ ഒരു ചെറിയ കിഴി പോലെ ആക്കി ഇങ്ങനെ ആക്കിയിട്ട് വലിച്ചാൽ ഒരു പ്രത്യേക ഗ്യാസാണ് കരിഞ്ജീരകം. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹദീസിൽ നമ്മൾ പറഞ്ഞല്ലോ, മരണമൊഴികെ എല്ലാ രോഗങ്ങൾക്കും ശുഭയാണ്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കണം. വയറ്, കുടല്, ശ്വാസകോശം, അതുപോലെ തന്നെ വൃക്ക, കരൾ, ഇതൊക്കെ ശുദ്ധിയാക്കാൻ ഈ കരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ചു കുടിക്കുന്ന വെള്ളത്തിന് പറ്റുമെന്നാണ്. പ്രസവശേഷം നമ്മുടെ യൂട്രസ്, സഹോദരിമാരുടെ യൂട്രസ് അതൊന്ന് ചുരുങ്ങാൻ ഈ കരിഞ്ജീരകം വിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അലർജി രോഗം, വിരശല്യം, ഷുഗർ, BP കൂടുതലുള്ള ആളുകൾ, ഇതിനെല്ലാം ഈ കരിഞ്ജീരകം വിട്ട് തിളപ്പിച്ചു കുടിക്കുന്ന വെള്ളം നല്ലതാണ്. പക്ഷെ ഒരു ദിവസം ഒരു 3 ഗ്രാമിൽ കൂടുതൽ ഇത് കഴിക്കാനും പാടില്ല. 2 മാസം തുടർച്ചയായി കഴിക്കാനും പാടില്ല. 2 മാസം തുടങ്ങി എല്ലാ ദിവസവും കരിഞ്ജീരകം അതും പാടില്ല. ഇടയ്ക്ക് ഇട്ടിട്ട് ഒരാഴ്ച ഉപയോഗിച്ചു, 2 ദിവസം ഉപയോഗിച്ചില്ല, പിന്നെ ഒരാഴ്ച ഉപയോഗിച്ചു, അങ്ങനെ കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് ഇട്ട് അങ്ങനെ വേണം ഏത് വസ്തുവും ഉപയോഗിക്കാൻ. പിന്നെ ഈ സർജറി കഴിഞ്ഞ ആൾ, ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളുണ്ടാവും, ഇപ്പോ ഈ സിസേറിയൻ കഴിഞ്ഞ സഹോദരിമാര്, അതുപോലെ തന്നെ ഗർഭിണികളായ ആളുകൾ, അമിതമായി ഷുഗർ ഉള്ള ആളുകൾ, BP ഭയങ്കര ഹൈ ആയിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഈ കരിഞ്ജീരകത്തിന്റെ ഉപയോഗം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. 2 ടീസ്പൂൺ കരിഞ്ജീരകം, ആ കരിഞ്ജീരകം തേനെടുത്ത് അതിൽ ചാലിച്ചിട്ട് രാവിലെ കഴിക്കുന്നത് വണ്ണം കുറയാൻ നല്ലതാണ്. അമിതമായി തടിച്ചിരിക്കുന്ന ആളുകളുടെ തടി ഒന്ന് മെലിയാൻ ഈ കരിഞ്ജീരകം അത് തേനിൽ ചാലിച്ച് കഴിക്കൽ നല്ലതാണ്. പിന്നെയോ പുരുഷന്റെ ലൈംഗിക ആരോഗ്യം, അതുപോലെ തന്നെ അവന്റെ മസിലുകൾ ശക്തിപ്പെടുത്താൻ കരിഞ്ജീരകവും നാരങ്ങാ നീരും ഒരുമിച്ച് ചേർത്ത് രാത്രി കഴിക്കൽ നല്ലതാണ്. ഷുഗർ, പ്രമേഹം അതൊക്കെ കുറയാൻ ഈ കരിഞ്ജീരകം നല്ലതാണ്. ഷുഗർ ഉള്ള ആളുകൾ ഉണ്ടാവും, ഒരുപാട് ഉമ്മമാർക്ക് ഷുഗർ കേട്ടോ. ഷുഗർ ഉള്ള ആളുകൾ, പ്രമേഹമുള്ള ആളുകൾ അവരെങ്ങനെയാണ് ഈ കരിഞ്ജീരകം ഉപയോഗിക്കേണ്ടത്? വറുത്ത് പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുക. എങ്കിൽ ഷുഗർ, പ്രമേഹം, അതുപോലെ തന്നെ BP ഒക്കെ കുറയാൻ ഉപയോഗമാണ് ഈ കരിഞ്ജീരകം. പിന്നെ ഇത് വെറുതെ ചവച്ച് ഇറക്കുന്നത് തൊണ്ടവേദനയ്ക്ക് ശിഫയാണ്. കരിഞ്ജീരകത്തിന്റെ ഓയിൽ കിട്ടും, അത് നമ്മൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ മുടി വളരാനും മുടിക്ക് കറുപ്പ് നിറം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്.